FOMC മീറ്റിംഗ് ഔട്ട്കം വരുന്നതിന് മുൻപേ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയതിനെ തുടർന്ന് ഇന്ന് ഇൻഡെക്സ് 1.35% ഇടിഞ്ഞ് 24,336 ക്ലോസിംഗ് നൽകി. പ്രധാനമായും ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ റിലയൻസ് ഇൻഡസ്ട്രീസ്, TCS, ഭാരതി എയർടെൽ, HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഇൻഡെക്സ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.6ഉം സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.7% ഇടിഞ്ഞു. ആദ്യം തന്നെ ഇൻഡെക്സിൽ വന്ന പ്രോഫിറ്റ് ബുക്കിംഗിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് നാളെ അല്ലെങ്കിൽ ഡിസംബർ 18 നടക്കുന്ന FOMC മീറ്റിംഗ് ഔട്ട്കം. FOMC മീറ്റിംഗ് ഔട്ട്കത്തിൽ 25 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം 50 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കുകയും ചെയ്തു. ഡോവിഷ് കമന്ററിയിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യതിയാനം ഉണ്ടാവുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ഫെഡിന്റെ ഫോക്കസ് ഡോവിഷ് കമന്ററിയിൽ നിന്നും മാറാനുള്ള സാധ്യത വിരളമാണെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം FISന്റെ സെല്ലിംഗ് തന്നെയാണ്. ഇവിടെ ചൈന അതിന്റെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുകയും ചൈനീസ് മാർക്കറ്റിൽ ബൈയിങ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതും ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണമായി. ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് $37.8 ബില്യൺ ഉയർന്നിട്ടുണ്ട്. അതേസമയം IT, ഫാർമ തുടങ്ങിയ സെക്ടറുകൾക്ക് രൂപയുടെ മൂല്യത്തിലുണ്ടായിരിക്കുന്ന ഡിപ്രീഷിയേഷന്റെ ബെനിഫിറ്റും ലഭിക്കുന്നുണ്ട്. ഇവിടെ ട്രേഡ് ഡെഫിസിറ്റ് ഉയർന്നതും ഇന്ന് മാർക്കറ്റിന്റെ സെന്റിമെന്റ് നെഗറ്റീവ് ആകുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഓസ്ട്രേലിയൻ ഇൻഡെക്സ് 0.8ഉം ജപ്പാന്റെ ഇൻഡെക്സ് 0.15ഉം MSI ബ്രോഡ്കാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഏഷ്യ പസഫിക് ഷെയർ 0.3% ഇടിഞ്ഞു. ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 25,000 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 24,480, 24,400 തുടങ്ങിയ റീജിയനുകളിൽ മാർക്കറ്റിന് സപ്പോർട്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. സെക്ടോറിയൽ വൈസ് പെർഫോമൻസ് നോക്കിയാൽ ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ 2 സ്റ്റോക്കുകൾ മാത്രമായിരുന്നു ഇന്ന് പോസിറ്റീവ് സൈഡിൽ. ഒട്ടുമിക്ക സ്റ്റോക്കുകളും ഇന്ന് നെഗറ്റീവ് സൈഡിലായിരുന്നു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റ് 1.8%, നിഫ്റ്റി ഓട്ടോ, മെറ്റൽ, ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ ഇൻഡെക്സുകൾ 1.5ഉം ബാങ്ക് 1.4%മാണ് ഇടിഞ്ഞത്. ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 1.32% ഇടിഞ്ഞ് 1,420 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 1,690, 52 വീക്ക് ലോ 1,243. 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 58, ഡിവിഡന്റ് yield 0.35%. ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, ഈ കമ്പനി ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവിൻ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു കൊമേഴ്സ്യൽ പ്ലാന്റ് ആരംഭിച്ചു എന്നുള്ള അപ്ഡേറ്റ് ആണ്. ഈ ന്യൂസിന്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതുമാണ്. 2003 എൻകോർപ്പറേറ്റ് ആയ ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന കമ്പനി കെമിക്കൽ മാനുഫാക്ചറിംഗ് ബിസിനസ്സാണ് നടത്തുന്നത്. ഇവിടെ പെർഫോമൻസ് കെമിക്കൽ കൂടി മാനുഫാക്ചർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റി സെക്ടറിലെ ഒരു കമ്പനിയാണ് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി. ROE 22%, ROCE 29%. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 16%, പ്രോഫിറ്റ് ഗ്രോത്ത് 7%, ROE 29%. സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 181 കോടിയിൽ നിന്നും 218 കോടിയിലേക്ക് ഉയരുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 41 നിന്നും 38% ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 52 കോടിയിൽ നിന്നും 59 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും അതേസമയം 66 കോടിയിൽ നിന്നും 59 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇടിഞ്ഞിട്ടുണ്ട്. ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്റ്റോക്ക് റൌണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ ഫോം ചെയ്യുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ഒരു ബൈയിങ് മൊമെന്റം വരാനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ ദീർഘകാലമായി ഇതേ റേഞ്ചിനടുത്ത് സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്ട്രോങ് ബേസ് ഫോർമേഷനുള്ള ചാൻസും ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്റ്റോക്കിൽ കാണാം. രണ്ടാമത്തെ അപ്ഡേറ്റ് KNS ടെക്നോളജി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ KNS 2% ഉയരുകയും 7,200 അല്ലെങ്കിൽ 52 വീക്ക് ഹൈക്ക് അടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിലെ മികച്ച വളർച്ചാ സാധ്യതയുള്ളതും മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു സ്റ്റോക്കാണ് KNS ടെക്നോളജി. റീസെന്റ് സെൻസോണിക് എന്ന കമ്പനിയുടെ 54% സ്റ്റേക്ക് KNS അക്വയർ ചെയ്ത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പോലുള്ള സെക്ടറുകളിലും കമ്പനി അതിന്റെ ബിസിനസ് വിപുലീകരിച്ചിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ മികച്ച പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. കമ്പനിയുടെ പ്രോഫിറ്റിൽ 86%, റവന്യൂവിൽ 58% വർധന ഉണ്ടാവുകയും ചെയ്തു. ഇനി
കെയ്നസ് എന്ന കമ്പനിയുടെ 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള റവന്യൂ ഗൈഡൻസും പുറത്തു വന്നിട്ടുണ്ട്. റവന്യൂ ഗൈഡൻസ് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്ന രീതിയിലായതുകൊണ്ട് കെയ്നസ് എന്ന സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബൈയിങ് മൊമെന്റം വരികയും ചെയ്തു. കെയ്നസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റ്, കെയ്നസ് ഉൾപ്പെടെയുള്ള 11 സ്റ്റോക്കുകളിൽ ഉടൻ തന്നെ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ അല്ലെങ്കിൽ ആംഫി റീക്ലാസിഫിക്കേഷൻ നടത്തിയേക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ്. ഇതുവഴി കെയ്നസ് ടെക്നോളജി, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, വാരി എനർജി, പ്രീമിയർ എനർജീസ്, വിശാൽ മെഗാ മാർട്ട്, ഓല ഇലക്ട്രിക് മൊബിലിറ്റി, 360 ഒൺവേയം തുടങ്ങിയ കമ്പനികളൊക്കെ ഇനി മിഡ് ക്യാപ് സെക്ടറിലേക്ക് മാറിയേക്കും. ഇവിടെ 32,900 കോടി രൂപയ്ക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള 1 ലക്ഷം രൂപ വരെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകൾ 1 ലക്ഷം കോടി രൂപ വരെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകളെയാണ് മിഡ് ക്യാപ് സെക്ടറിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. കെയ്നസ് എന്ന സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൽ കറക്ഷൻ വരികയോ 6,250, 6,500 തുടങ്ങിയ ലെവലുകളെ റീടെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കിനെ സ്റ്റാഗേർഡ് മാനറിൽ അക്കുമുലേറ്റ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്